പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് അതിരൂപതയിലെ ഒരു ചരിത്ര സംഭവമായിരുന്നു ഈ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടന്നത്. അതിരൂപതയിലെ വൈദികർ അതിരൂപത അധ്യക്ഷനായ വർഗീസ് പിതാവിനോടുകൂടെ നടത്തിയ വേളാങ്കണ്ണി തീർത്ഥാടനമായിരുന്നു ആ ചരിത്ര സംഭവം. ഇത് ഒരു ചരിത്ര സംഭവം എന്ന് പറയാൻ കാരണം ആദ്യമായിട്ടാണ് വൈദികരും രൂപത അധ്യക്ഷനും ചേർന്ന് ഇങ്ങനെ ഒരു തീർത്ഥാടനം നടത്തുന്നത്. വർഗീസ് പിതാവിൻ്റെ ആശയമായിരുന്നു വൈദികരെല്ലാവരും ചേർന്നുള്ള ഈ തീർത്ഥയാത്ര. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം തേടിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഗാനം ആലപിച്ചാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സഹായവും സംരക്ഷണവും യാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടു. മാതാവിൻ്റെ മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ പിതാവും ഞങ്ങൾ വൈദികരെല്ലാവരും ചേർന്ന് സമൂഹ ബലിയർപ്പിച്ചു. ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നിറഞ്ഞതായിരുന്നു പിതാവിൻ്റെ വചന പ്രഘോഷണം. പ്രസംഗമധ്യേ പള്ളിയിൽ മുഴുങ്ങിക്കേട്ട ഓരോ വാക്കിലും ആത്മാവിൻ്റെ പ്രത്യേകമായ കൃപ വളരെ വ്യക്തമായിരുന്നു. വിശ്വാസികളെ കൂടുതലായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നതായിരുന്നു അവ. ബലിയർപ്പണത്തിന് ശേഷം പിതാവ് രൂപതയും എല്ലാ വൈദികരെയും മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. തുടർന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് ജപമാല പ്രദക്ഷിണ നടത്തി. പ്രദക്ഷിണത്തിൻ്റെ സമാപനത്തിൽ എല്ലാവരും ആരാധന ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരവും നടത്തി. ഞാൻ വിശ്വസിക്കുന്നു അവിടെ വന്നു ചേർന്ന വിശ്വാസികൾക്ക് വലിയൊരു സാക്ഷ്യമായിരുന്നത്. എല്ലാറ്റിനുപരി ഞങ്ങൾക്കെല്ലാവർക്കും ആത്മീയമായി സമ്പന്നമായ ഒരു അനുഭവമായിരുന്നത്. എല്ലാവർക്കും വളരെയധികം അനുഗ്രഹദായകവും സന്തോഷം നിറഞ്ഞതായിരുന്നു ഈ തീർത്ഥയാത്ര. ചുരുക്കത്തിൽ ഒരു വലിയ ദൈവ അനുഗ്രഹമായിരുന്നു ഈ തീർത്ഥാടനം. ആത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ ഈ തീർത്ഥയാത്രയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടു. പരിശുദ്ധാത്മാവിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പെന്തക്കോസ്ത തിരുനാൾ. 50 എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദമായിട്ടുള്ള പെൻറ്റകോസ്റ്റോസിൽ നിന്നുമാണ് പെന്തക്കോസ്ത എന്ന വാക്കിൻ്റെ ഉത്ഭവം. എല്ലാ തിരുനാളുകൾക്കും ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. പെന്തക്കോസ്ത തിരുനാളിന് പ്രകാരം ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. യഹൂദരുടെ തിരുനാളുകളുമായിട്ടാണ് പെന്തക്കോസ്ത തിരുനാളിനുള്ള പശ്ചാത്തലം. പെന്തക്കോസ്ത തിരുനാളിന് ബൈബിളിൽ പലതരം പേരുകളുണ്ട്. ഷാവുത്ത്, ആഴ്ചകളുടെ ഉത്സവം, ആദ്യ ഫലങ്ങൾ, അല്ലെങ്കിൽ വിളവെടുപ്പ് തിരുപ്പെരുന്നാൾ. ഹെബ്രായ ഭാഷയിൽ ഷാവുത്ത് ഒരു കൊയ്ത്തുത്സവമാണ്. ഇത് പെസഹായ്ക്ക് ശേഷം 7 ആഴ്ചയും കഴിഞ്ഞ് വരുന്ന ഒരു ആഘോഷമാണ്. ആഴ്ചകളുടെ ഉത്സവത്തെ പുറപ്പാട് 23:16 വിളവെടുപ്പിൻ്റെ പെരുന്നാളെന്നും സംഖ്യാപുസ്തകത്തിൽ 28-26 ആദ്യ ഫലങ്ങളുടെ ദിനമെന്നും വിളിക്കുന്നു. പുറപ്പാട് 34-22 ഇതിനെ ഗോതമ്പ് വിളവെടുപ്പിൻ്റെ ആദ്യ ഫലങ്ങളെന്നും വിളിക്കുന്നു. ഹെലനിസ്റ്റിക് കാലഘട്ടത്തിൽ പുരാതന വിളവെടുപ്പ് ഉത്സവം ആഴ്ചകളുടെ പെരുന്നാൾ പിന്നീട് നോഹയ്ക്ക് ഉടമ്പടി പുതുക്കുന്ന ദിവസമായിട്ട് മാറി. ഉൽപ്പത്തി 9:17 വിവരിക്കുന്ന പോലെ ദൈവം മനുഷ്യനുമായിട്ട് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിച്ചതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ട് മാറി ഈ ഉത്സവം. വീണ്ടും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മോശ വഴി യഹൂദർക്ക് സീനായ് മലയിൽ നൽകപ്പെട്ട ദൈവ കൽപ്പനകൾ നൽകിയതിൻ്റെ ഓർമ്മ തിരുനാളായിട്ട് ആ ദിവസം ആഘോഷിക്കുവാനായിട്ട് തുടങ്ങി. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ സിനഗോഗിൽ ഒത്തുകൂടുകയും രാത്രി മുഴുവനും തോറ പഠിക്കുകയും തോറയിൽ നിന്നും 10 കൽപ്പനകൾ വായിക്കുകയും ഇസ്രായേലർ തോറ അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പുതിയ നിയമത്തിലെ പെന്തക്കോസ്ത തിരുനാൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി പെന്തക്കോസ്തയെക്കുറിച്ചുള്ള വിവരണം. പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുമുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായിട്ട് അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു.
ഇന്നത്തെ സുവിശേഷത്തിലും കാണുവാൻ സാധിക്കും. യോഹന്നാൻ 20:22 ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് ഈശോ അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ആരാണ് പരിശുദ്ധാത്മാവ്? ത്രിയേക ദൈവത്തിൽ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. പിതാവിൽ നിന്നും പുത്രനിൽ പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നു, പുത്രനായിട്ടുള്ള ദൈവം സൃഷ്ടിയെ വീണ്ടെടുക്കുന്നു. ഇന്ന് സഭ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിന് നിറസാന്നിധ്യം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരേപോലെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആത്മാവിന് നിറസാന്നിധ്യം നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. സൃഷ്ടിയുടെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവ് സജീവമാണ്, പ്രവർത്തന നിരതനാണ്. ഉൽപ്പത്തി 1:2 നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവാണ് ഈ ദൈവത്തിൻ്റെ ചൈതന്യം. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. ഉൽപ്പത്തി 1:26 നമ്മൾ പ്രകാരം വായിക്കുന്നു. സൃഷ്ടികർമ്മത്തിൽ ആത്മാവിന് പങ്കുചേരുവിടെ കാണുവാനായിട്ട് സാധിക്കും. ചില ന്യായാധിപന്മാർ, യോദ്ധാക്കൾ, പ്രവാചകന്മാർ എന്നിവർക്ക് അസാധാരണമായിട്ടുള്ള ശക്തി നൽകുന്ന വിധത്തിൽ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് ജോഷുവ, സാംസൺ, സാവുൾ എന്നിവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. എല്ലാവരുടെ മേൽ ആത്മാവിൻ്റെ ആവാസത്തെക്കുറിച്ച് ജോയൽ പ്രവാചകൻ 2:28 നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് കന്യക മറിയം ഈശോയെ ഗർഭം ധരിക്കുന്നതായിട്ട് നമ്മൾ മത്തായി 1:18 വായിക്കുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിട്ട് കാണപ്പെട്ടു. മറിയത്തിൻ്റെ സന്ദർശന വേളയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് മാറുന്നതായിട്ട് നാം ലൂക്ക 1:41 കാണുന്നു. മറിയത്തിന് അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. യേശുവിൻ്റെ മാമോദിസ വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നതായിട്ട് നമ്മൾ മത്തായി 3:16 കാണുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതായിട്ട് നമ്മൾ യോഹന്നാൻ 16:15 വായിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെ ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്നതായിട്ട് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലും കാണുകയാണ്. വീണ്ടും ഈ പരിശുദ്ധാത്മാവാണ് പെന്തക്കോസ്ത് ദിനം ശിഷ്യന്മാരുടെ മേൽ എഴുന്നള്ളി വന്നത്. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാറില്ല എന്നാണ് സത്യം. ഇന്നും ചലിപ്പിക്കുന്ന ചാലക ശക്തിയാണ് പരിശുദ്ധാത്മാവ്, നിത്യ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഞാൻ പ്രസംഗം തയ്യാറാകുന്നതിന് മുമ്പ് എന്നും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധാത്മാവെ, വചനത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വചനം ശ്രവിക്കുന്നവർക്ക് വേണ്ട രീതിയിൽ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, ഐ ലവ് യു ഹോളി സ്പിരിറ്റ്, പ്ലീസ് ബി മൈ പ്രൊട്ടക്ടർ ആൻഡ് ടേക്ക് കൺട്രോൾ ഓഫ് മൈ ലൈഫ്. വളരെ അഭിഷേകം നിറഞ്ഞൊരു പ്രാർത്ഥനയാണിത്. ആത്മാവിനോട് പ്രാർത്ഥിച്ച് സഹായം ചോദിച്ചാൽ വളരെ എഫിഷ്യൻ്റായിട്ട്, ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ആയിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇങ്ങനെ ഒരു നിയമമുണ്ട്, 80/20. അതായത് ചില ആളുകൾ 20% ഊർജ്ജം ഉപയോഗിച്ച് 80% കാര്യങ്ങൾ ചെയ്യുന്നു. വേറെ ചിലർ 80% ഊർജ്ജം ഉപയോഗിച്ച് 20% കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. നമുക്കറിയാം ആദ്യത്തെ ഓപ്ഷനാണ് നല്ലതെന്ന്. ആത്മാവിനെ കൂട്ടുപിടിച്ചാൽ 20% ഊർജ്ജം ഉപയോഗിച്ച് നമുക്ക് 80% കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. വളരെ എഫിഷ്യൻ്റായിട്ട്, ടൈം ബൗണ്ടായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. എൻ്റെ അനുഭവം അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആത്മാവിനാൽ നിറയുവാൻ, ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.